കുത്തിപ്പൊന്തി നീച്ചു വരുന്നുണ്ട്. അള്ളാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് പൂർത്തിയാകട്ടെ. പഴയ കാലത്തേക്ക് ഇപ്പൊ പിന്നെ കുറച്ച് ആൾക്കാർ ആ മുസ്ലിമീങ്ങൾക്കും കുറച്ചൊക്കെ സംസ്കാരം വെച്ചിക്കണ്. ഈ അറക്കാത്തതാണെങ്കിലും തിന്നാൻ പാടില്ല, അത് ശരീരത്തിന് കേടാണ്, ഒരു ജീവിയുടെ രക്തം ഒഴുകാതെ ആ ജീവിയുടെ മാംസം കഴിക്കുന്നത് ശാസ്ത്രീയമായി ശരീരത്തിന് കേടാണ് എന്ന് എല്ലാരും മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പൊ ആരും അത് തിന്നുന്നില്ല. എന്നാലും മൈക്കേ കൂടെ പറയുമ്പോ പ്രശ്നമാകുമോ എനിക്ക് അറിയില്ല. ചില ഈ താഴ്ന്ന വിഭാഗക്കാരുണ്ടല്ലോ, ഈ മുസ്ലിമീങ്ങൾ തന്നെ ചില താഴ്ന്ന വിഭാഗം, മൂസ ഗ്രീസ് ഓസി കിട്ടിയ ഈസി തിന്നുന്ന മാതിരി ഒരു ടീം ഇങ്ങനെ എന്തും മുമ്പ് കീരിനെ തിന്നാന് അല്ല ഒസാമാനൊന്നല്ല, കീരിനെ തിന്നാന് പറഞ്ഞപ്പോ സവാമാന്ന് ഞങ്ങളെ വൈക്കൊക്കെ ഈ മറ്റേ ഈ ഏതൊരു വർഗത്തിന്റെ പേരാണ് ഓലക്കാണ് തിന്നാറുള്ളത് എന്നാണ്. അങ്ങനെ ഈ താഴ്ന്ന വർഗക്കാർ ഇപ്പോഴും കിട്ടിയതൊക്കെ തിന്നും. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് മുമ്പുണ്ടായിന്ന്. പക്ഷെ കിണറ്റ് ചാടിയിട്ട് കോഴി ചത്താല്, ബസ്സിന്റെ ഒട്ട് വെട്ടിട്ട് കോഴി ചത്താല് ആദ്യപ്പെന്നാ നമ്മളെ മറ്റോനക്ക് അത് കൊടുത്താലാ, നമ്മളെ അയൽവാസിക്ക് ഓനിക്കിപ്പോ ചത്തനും കത്തതൊക്കെയും കണക്കന്നല്ലേ. പാടില്ല, ഹറാമാണ്, കൊടുക്കാൻ പാടില്ലെന്നാ. ഞമ്മക്ക് തിന്നല്ല അനുവദനീയമല്ലാത്തത്. ഞമ്മക്ക് അതുകൊണ്ടാണല്ലോ ഫുഖഹാക്കള് മസലാകുന്നത്. ചിലവര് ഇന്നത്തെ ചില തീവ്രവാദി ചില സംഘടനകളുണ്ട്, അവരൊക്കെ ചിലപ്പോ ന്യായീകരിക്കാറുണ്ട് അമുസ്ലിമീങ്ങളെക്കന്ന് പലിശക്ക് വാങ്ങാൻ, അമുസ്ലിമീങ്ങളെക്കന്ന് ഇങ്ങോട്ട് പലിശ വാങ്ങാൻ. ആര് പറഞ്ഞത് ഈ മസല? ആര് പറഞ്ഞു? എനിക്ക് തോന്നിയത് വിളിച്ചു പറയാലോ ഇസ്ലാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം ചില തീവ്രവാദി സംഘടനകളുണ്ട്, തീവ്രവാദികൾ അമുസ്ലിമീങ്ങളെക്കന്ന് പലിശ ഇങ്ങോട്ട് വാങ്ങാൻ. കാരണം ഓല കായ് നമ്മൾ കിട്ടുന്നോത്തോളം ഇങ്ങോട്ട് വാങ്ങണമെന്ന് ഇല്ല. മഹാന്മാര് വളരെ വ്യക്തമായി ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു, അമുസ്ലിമീങ്ങളേറ്റവും പലിശടവാദം വച്ചൂല, അമുസ്ലിമീങ്ങളെ വഞ്ചിക്കാൻ പാടില്ല, അവർക്ക് പലിശക്ക് കൊടുക്കാൻ പാടില്ല, അവരിൽ നിന്ന് പലിശ വാങ്ങാൻ പാടില്ല. അങ്ങനെ തന്നെ അതിന്റെ രീതി. നമുക്ക് പാടില്ലാത്തത് അവർക്കും പാടില്ല. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, കെഫ്റ്റീരിയും ബൂഫിയൊക്കെ നടത്തുന്ന ആരെങ്കിലൊക്കെയും തൽക്കാലം റമദാൻ മാസത്തില് അത് പൂട്ടിത്താൽ കച്ചവടം മുടങ്ങുമെന്ന് സൗദിയിലൊന്നും നടക്കൂല. ചിലപ്പോ UAE-യിലൊക്കെ ചിലപ്പോ നടന്നൂന്ന് വരും, ഇനി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടന്നൂന്ന് വരും. അങ്ങനത്തെവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളത് വാടകക്കും കൊടുക്കാൻ പോകരുത്. പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു. നിങ്ങൾ വേണ്ടപ്പെട്ട ഉസ്താദുമാരോടൊക്കെയും അന്വേഷിക്കുന്നത് നല്ലതാണ്. അതായത് ഈ മെസ്സ് നടത്തുന്നവർ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ 2-3 ആൾക്കാർ കഴിഞ്ഞ കൊല്ലം ഞൊറി ചോദിച്ചതാ. ചിലപ്പോ കൊല്ലം അങ്ങനെ ആരെങ്കിലും കുടുങ്ങി നിൽക്കുന്നെങ്കിൽ അന്വേഷിക്കണം ഉസ്താദുമാരോട്. ഞാൻ ഇപ്പൊ അതിന് വിധി പറയുന്നില്ല. അതെന്താ? അതായത് റമദാൻ മാസത്തില് ഈ കൺസേഷൻ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി. അപ്പൊ റമദാൻ ആവുമ്പോ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുള്ള കമ്പനി ആയിരിക്കും. മുസ്ലിമീങ്ങൾക്ക് ഭക്ഷണം വേണ്ട, അമുസ്ലിമീങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ റമദാൻ മാസം കഴിഞ്ഞാൽ കച്ചവടം കിട്ടൂല. ഇന്നോടിപ്പോ ഒരാള് പറഞ്ഞതാ, നമ്മുടെ ക്ലാസ് റൂമായി ബന്ധപ്പെട്ട ഒരാള് 600 ആൾക്കാർക്കാ ഭക്ഷണം കൊടുക്കുന്നത് ഒരു ദിവസം. ആ കച്ചവടം മുടങ്ങുന്ന കാര്യം ആലോചിച്ച് നോക്കാൻ സംഗതി വിഷമം തന്നെയല്ലേ. ഒരു ദിവസം അയാള് ഒരു കമ്പനിയിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം എത്രയാണെന്നറിയോ? 600 പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. 600 പേർക്ക്. റമദാൻ മാസമാകുമ്പോൾ 300 പേർക്ക് മതി. ഭൂരിപക്ഷം അതിൽ മുസ്ലിമീങ്ങളാണ്. പക്ഷെ ഈ മുസ്ലിമീങ്ങൾക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂലെന്ന് പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞാൽ ഒരു ദിവസം 600 ആൾക്കാരെ കച്ചവടം മുടങ്ങുക. ഒരാൾ 600 ആൾക്കാരെ കച്ചവടം മുടങ്ങിയ അയാളുടെ ജീവിതത്തിൽ വരുന്ന നഷ്ടത്തിന്. പക്ഷെ റബ്ബിനെ ഭയപ്പെടുന്നവർക്ക് അത് വിഷയമല്ലാന്ന് മാത്രം, അവരുടെ വിഷയം കിടക്കണ്. അപ്പൊ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മളൊരു കച്ചവടം മുടങ്ങുമെന്ന് വിചാരിച്ചൊരു കച്ചവടം നടത്തുമ്പോ പടച്ചവനെ ഞാൻ ഈ തെണ്ടിക്കുന്നത് ഹലാലാണ് എന്നൊരു ബോധം വേണം, ഹറാമാണോ ഹലാലാണോ എന്നൊരു ബോധം വേണം. ഹറാമും ഹലാലും നോക്കാതെ റമദാൻ മാസത്തിൽ ഞാൻ കച്ചവടം നിർത്തിയാല് മറ്റു മാസത്തിൽ എനിക്ക് കച്ചവടം കിട്ടൂല. ഈ നിലയ്ക്ക് കച്ചവടം ചെയ്യുമ്പോൾ ഹറാമാകും. ഈ ഹറാമായ മുതലിൽ നിന്ന് 1 രൂപ നമ്മൾ നിസ്കരിക്കുന്ന വസ്ത്രത്തിൽ കുടുങ്ങിയാൽ ആ നിസ്കാരത്തിന് പ്രതിഫലമില്ലാന്നല്ലേ.
നമ്മുടെ ഭാര്യന്റെ നിസ്കാരം, നമ്മുടെ മക്കളുടെ നിസ്കാരം നമ്മൾ തന്നെ മഖബൂലല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ? അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ അമുസ്ലിമീങ്ങൾക്ക് റമളാൻ മാസത്തിൽ ചായയും കടിയും കൊടുക്കാം, അവർക്ക് ഉച്ചക്ക് ചോറ് കൊടുക്കാം, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതെന്താ? അവർക്കെന്താ സർവത്ത് വെച്ച ഈ വിഷയതൊന്നുമല്ല. ബൂഫിയും ഗഫ്തീരിയും മാത്രമല്ല, ഈ ബേക്കറി കഥാത്തിന് പോലില്ലേ. ഇപ്പൊ നമ്മളെ കേരളത്തിൽ എത്ര ആൾക്കാർ, നിങ്ങൾ ഗൾഫൊക്കെ കണ്ടുപോയി. ഗൾഫൊക്കെ ഇപ്പം എന്തായതല്ലേ, ആദ്യം എന്തായാലും കൈപ്പുറം മുക്കുമല്ലേ, നമ്മൾ അവിടുന്ന് ചർച്ച അല്ലെ. ഗൾഫൊക്കെ ഇപ്പം എന്തായതല്ലേ, ആദ്യം എന്തായാലും കൈപ്പുറം മുക്കൊക്കെയാണ് അവിടുന്ന് തുടങ്ങുക. നമ്മളെ നാടുകളിൽ ബേക്കറി നടത്തുന്ന എത്ര ആളുകളുണ്ട്? ബേക്കറിയിൽ എന്തുണ്ടാവും അല്ലേ? ബേക്കറിയിൽ സർവത്തും ജ്യൂസും പെപ്സിയും സിപ്പപ്പും എല്ലാതും ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യുക? നമ്മൾ പകൽ സമയത്ത് കച്ചവടം നടത്തുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണിത്. അതപ്പോ അതിപ്പോ അതൊക്കെ നടക്കോ ഇല്ല, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ മസാല നമ്മൾ പറയാ, അള്ളാഹു തആല ശ്രദ്ധിക്കുന്നവരായിപ്പോ നമ്മളെ കുസുമം എന്ന ഐഡിയയിൽ ആര് പറഞ്ഞില്ലേ, എല്ലാരും സ്വീകരിക്കൂല ചിത്ത്. അതൊന്നും മസലൊന്നും പറഞ്ഞാൽ ആരും അംഗീകരിക്കൂല, കച്ചവടം നടക്കൂല എന്ന് വിചാരിച്ച് നമ്മൾ പറയാതിരുന്നാൽ അൽഹംദുലില്ലാ. അപ്പൊ കുസുമം എന്ന ഐഡിയയിലുള്ള സുഹൃത്ത് പറഞ്ഞ് എനിക്ക് മുതലായി, എനിക്ക് ഉപകാരപ്പെട്ടു, ഞാൻ ഇത് ഓർക്കൂല. ഒരാൾക്ക് ഉപകാരപ്പെട്ടില്ലേ? 99-100 ആൾക്കാരോടൊരു വിഷയം പറഞ്ഞു, 99 ആളും സ്വീകരിച്ചില്ല, ഒരാളും സ്വീകരിച്ചു. അൽഹംദുലില്ലാ. പലചരക്ക് കടക്ക, അത് ഈ സമയം അത് ബാധകല്ല, നമ്മൾ തിന്നാൻ കൊടുക്കല്ല. നമ്മൾ പകൽ സമയത്ത് ആ ഭക്ഷണം കഴിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പകൽ ഭക്ഷണം, സാധാരണ നമ്മൾ പീടികയിൽ ഒരു സാധനം വാങ്ങിക്കൊണ്ടുപോവുക, അപ്പൊ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കാത്ത സാധനമാണ്. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കിയോ കഴിക്കും, ഇത് കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പക്ഷെ എല്ലാം നമുക്ക് 100% നമ്മൾ ഇതൊന്നും പാലിക്കാൻ ചിലപ്പോൾ സാധിച്ചോന്നില്ല. നോക്കിങ്ങള് മുന്തിരി വെക്കുക, ഒരു മസാല നിങ്ങൾക്ക് എളുപ്പം തിരിയും. വെളിച്ചെണ്ണ ആയിക്കോട്ടെ, വെളിച്ചെണ്ണ നിങ്ങൾക്ക് എളുപ്പം തിരിയുന്നത്. ഞാനൊരു വെളിച്ചെണ്ണ കച്ചവടക്കാരനാണ്. എന്റെ അടുക്കൽ നിന്ന് സവാമ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടുപോകുന്നത് അബൂ റയ്യാൻ വിരുന്ന് വരുമ്പോ പപ്പടം പൊരിക്കാനാണ്, വിൽക്കാം. സവാമയുടെ കടയിൽ നിന്ന് മറ്റൊരു ഹൈന്ദവ സുഹൃത്ത് വെളിച്ചെണ്ണ വാങ്ങുന്നത് ബിംബത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഒഴിക്കാനാണ്, ഇതാവുകയില്ല. ഈ ആനത്തുഹു ഒരു അമുസ്ലിമായ വ്യക്തിയെ സഹായിക്കല് അലാമ ലാ യഹില്ലു ഇൻദന, നമ്മളുടെ അടുക്കല് അനുവദനീയമല്ലാത്തൊരു കാര്യത്തിന്റെ മേൽ, കൽ അക്കിലി തിന്നും പോലെ, വശുറുബി കുടിക്കും പോലെ, ഫിന്നഹാരി പകൽ സമയത്ത് റമളാൻ മാസത്തിൽ പകലില്, ബിളിയാഫത്തിൻ വിരുന്നു സൽക്കാരം കൊണ്ട്, ഔ ഗൈരിഹ അതല്ലെങ്കിൽ വിരുന്നു സൽക്കാരം അല്ലാത്തത് കൊണ്ട്. അപ്പൊ നമ്മളെ CP അബൂ മുഫീദ് പറയുന്നത് സൗദിയിൽ ആ പരിപാടി നടക്കൂല. എന്നാ സൗദിയിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക്, നമ്മുടെ സൗദിയിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആളവാണെങ്കിൽ തൊട്ട് കാണിച്ചു തരാൻ മോശല്ലേ. അതായത് ഈ മെസ്സ്, അതായത് റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ശ്രദ്ധിക്കണം. റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഈ കൺസേഷൻ കമ്പനി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അതിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളൊക്കെ ഉണ്ടാവും, ഇവർക്ക് ഇങ്ങനെ ഈ ഉച്ചക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു ടീമുണ്ട് ഈ മെസ്സ് വഴിക്ക്. അവർക്ക് ഇത്ര ചോറ് ഉച്ചയാകുമ്പോഴേക്ക് ആ കമ്പനിയിലേക്ക് ഇത്ര ചോറ്. അപ്പൊ അതിൽ റമളാൻ അല്ലെങ്കിൽ എന്താവും, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെന്താ വിഷയം എന്നറിയോ, റമളാൻ മാസത്തില് അമുസ്ലിമീങ്ങൾ ഈ കമ്പനിയിൽ ജോലി ഉണ്ടാവും, അവർക്ക് ഈ ഭക്ഷണം കൊടുക്കണം. അവർക്ക് ഈ ഭക്ഷണം, ഞങ്ങൾ റമളാൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തരൂലെന്ന് പറഞ്ഞാലോ പിന്നെ റമളാൻ കഴിഞ്ഞാൽ ഈ കച്ചവടം കിട്ടൂല. ഇപ്പൊ സൗദിയിലെ കാര്യം എന്തോ ഏമ്പറി സൗദിയിൽ ഇഷ്ടം പോലെ ഒരുപാട് മലയാളികൾ കുഴക്കുന്നൊരു വിഷയമാണത്. കാരണം ഇത് മെസ്സാണ്, എല്ലാ ദിവസവും 360 ദിവസവും ഭക്ഷണം എന്ത് ചെയ്യും, മുത്തവ്വ പൊക്കുന്നല്ല, മുത്തവ്വ അറിഞ്ഞും കൊണ്ട് നടക്കുന്നുണ്ട്. മുത്തവ്വ എന്താണത്, അതാ മുസ്ലിമല്ല, ഒരിക്കലും ഭക്ഷണം കൊടുത്തോ. ഇതിപ്പോ ഞാൻ പറയുന്നതല്ല, നമ്മുടെ ക്ലാസ് റൂമിന്റെ പല ശ്രോതാക്കളെയും കുഴങ്ങുന്നൊരു വിഷയമാണിത്.
ഉസ്താദെ റമളാനിക്ക് അമുസ്ലിമീങ്ങൾക്ക് ആ ഭക്ഷണം എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ റമളാന്റെ ശേഷം പിന്നെ ആ കച്ചവടം കിട്ടൂല, കച്ചവടം അത് മുടങ്ങും. ആ കച്ചവടം അത് മുടങ്ങിയ എന്ത് ചെയ്യും? പിന്നെ ഞാൻ ഗൾഫിൽ നിൽക്കാതിരിക്കലാണ് നല്ലത്. ഇതിപ്പോ നിങ്ങൾ പലരും കേൾക്കുന്നുണ്ട്, പലവരും കേൾക്കുന്നൊരു വിഷയമാണിത്, ഒരുപാട് പല സാധാരണക്കാർ. പക്ഷെ അതിന്റെ ഒക്കെ ഒരു മസാല എന്താണെന്ന് എന്റെ അത്തരം വിഷമഘട്ടങ്ങളിൽ അകപ്പെട്ടവർ പ്രത്യേകം അത് പഠിക്കാൻ തയ്യാറാവണമെന്ന് മാത്രം ഞാനിപ്പോ പറയാം. അപ്പൊ അതുകൊണ്ട് ഈ സമയത്തൊക്കെയും പറയുമ്പോ 10 മണിക്ക് പറയുമ്പോ ഭൂപ്പിയെയും ഗപ്തീരിയും ഒക്കെ നടത്തുന്നവര് ചിലപ്പോൾ സുഖമായി കൂർക്കം വലിച്ചു ഉറങ്ങുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും, ഞാനിപ്പോ അങ്ങനെ ഇപ്പൊ എല്ലാവരും ഉണ്ട് എന്നല്ല പറയുന്നത്, സ്വാഭാവികമായി ഇപ്പൊ ഇനി ഗൾഫിലൊന്നുമില്ല, ചിലപ്പം കേരളത്തിലൊക്കെയും ഹോട്ടൽ കച്ചവടം നടത്തുന്ന എത്ര ഗൾഫിലുണ്ട്? ഓനാള് ഗൾഫിലായിരിക്കും, പക്ഷെ നാട്ടിൽ ഹോട്ടൽ കച്ചവടം ഉണ്ടാവും. നാട്ടിലുള്ള ഹോട്ടൽ എന്ത് ചെയ്യാന്ന് റംസാനിക്ക് ഒരു കച്ചവടം ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും അമുസ്ലിമീങ്ങൾക്ക് തൽക്കാലം 1 മാസം വാടക കൊടുക്കുക. കാരണം ഈ ഹോട്ടൽ പൂട്ടിട്ട് കഴിഞ്ഞാൽ അതിൽ സ്ഥിരം കിട്ടുന്ന കച്ചവടം മുടങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെട്ട്. കാരണം സ്ഥിരം കിട്ടുന്ന കച്ചവടം 1 മാസം ഹോട്ടൽ പൂട്ടിട്ടാൽ എന്ത് ചെയ്യും? അതിൽ സ്ഥിരം വരുന്നവർ വേറെ ഏതെങ്കിലും വഴിക്ക് കയറിപ്പോകും. അപ്പൊ ആ കച്ചവടം അവിടെ മുടങ്ങാൻ പാടില്ല. അപ്പൊ തൽക്കാലം മുസ്ലിമീങ്ങൾ ഹോട്ടൽ നടത്തിയതും പറയാൻ പറ്റൂല, തൽക്കാലം ആ മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്യുക? കടം കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു ചുരുങ്ങിയ സമയം ക്ലാസ് റൂമിലെ ചില ആൾക്കാർ മൈക്കേക്ക് വരുന്നപ്പോ ഒരു അദബ് പാലിച്ച് വെറുതെ ഇന്ന് രാവിലേക്ക് ക്ലാസ് റൂം ഹാങ്കായി നിൽക്കുകയായിരുന്നു. എപ്പോഴാണ് ശരിയായത് എന്ന് അറിയില്ല. ആ നിലക്കൊന്ന് മൈക്ക് എടുത്തതാണ്. ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകരിക്കും. KMIC ഒരു പ്രത്യേകത അതാണല്ലോ. അസറിന് ശേഷം ഹോട്ടൽ തുറന്ന് ഫുഡ് പാഴ്സലായി കൊടുക്കാറുണ്ട്. കഴിക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കാം. അവനിത് കൊണ്ടുപോയി നോമ്പ് തുറക്കുന്നതിന് മുമ്പ് കഴിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നേനെ ഹോസ്റ്റല. ചിലപ്പോ എന്താവും, 6 മണിക്കൊക്കെ തുറക്കും അല്ലേ? 6 മണിക്ക്. അതിപ്പോ നമ്മളെ കേരളത്തിലുണ്ട്. ഇപ്പൊ 6:30 ബാങ്കാണെങ്കിൽ എന്ത് ചെയ്യും? ആ മുസ്ലിമീങ്ങൾക്കും പറ്റൂല. അതന്നെ ഇപ്പൊ പറഞ്ഞില്ല. ആ ശരി, രാമായണം പുല്ലോടി സീരി അപ്പടിന്ന് വെച്ച മാതിരിക്ക അങ്ങനെ ചോദ്യം ചർച്ച നടക്കുന്ന ഇപ്പൊ അവരേന്. മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ ഏതായാലും പറ്റൂല, അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല എന്നാണ് ഇപ്പൊ ചർച്ച പറഞ്ഞത്. അമുസ്ലിമീങ്ങൾക്ക് എന്നൊരു പബ്ലിക്കില്. അപ്പൊ അമുസ്ലിമീങ്ങൾക്ക് പറ്റുമോ എന്നായിരിക്കും ചോദ്യമല്ലേ? അതേപോലെ വലാ യജൂസു ജായിസാകുകയില്ല. ലിൽ മുസ്ലിമി, മുസ്ലിമിന് അനുവദനീയമല്ല, അത് ഹറാമാണ്. ഇആനത്തുഹു, അമുസ്ലിമിനെ സഹായിക്കല്. റമളാൻ മാസം പകലില് വിരുന്ന് സൽക്കാരം അല്ലെങ്കിൽ ഭക്ഷണം. ഇത് വേറൊന്നുണ്ട്. നമ്മളെ നാട്ടിൽ എത്ര മുസ്ലിം വീട്ടിലാണ് അമുസ്ലിമീങ്ങളെ കൂലിപ്പണിക്ക് വിളിക്കുന്നത് റമളാൻ മാസം? എന്നിട്ടാണ് ഉച്ചക്ക് ഇങ്ങനെ ചോറ് ഇങ്ങനെ വളമ്പി കൊടുക്കുന്നത്. ഇത് ഹോട്ടൽ കച്ചവടം അവിടെ നിൽക്കട്ടെ, ഇല്ലേ? ഇല്ലേ? എത്രണ്ട് അമുസ്ലിമീങ്ങളെ കൂലിപ്പണിക്ക് വിളിച്ചിട്ട് ഉച്ചക്ക് ചോറ് കൊടുക്കുന്നത്? ഞാൻ പലവരും ചോദിച്ചിട്ടുണ്ട്. പലവരും ഒട്ട് നോമ്പെന്ന് നമ്മളെ സാധാരണക്കാരൊരു വിവരം ആർക്കെങ്കിലും ഉപകാരം. നിങ്ങളിപ്പോ നിങ്ങളാരും ഇത് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്കും നിങ്ങളെ നാട്ടിൽ അങ്ങനെ ഒരാൾ ചെയ്യുമ്പോ നിങ്ങൾക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കലൊരു തെറ്റാണ്. അമുസ്ലിമീങ്ങൾക്ക് അവർക്ക് നോമ്പ് വലിക്കൽ നിർബന്ധമല്ലോ എന്നല്ല, അവർക്ക് നോമ്പ് വലിക്കൽ നിർബന്ധ. പക്ഷെ അവരുടെ നോമ്പ് സഹീഹാവാൻ ഇസ്ലാം എന്നൊരു ശാസ്ത്രത്തിന് മാത്രം. എന്നിട്ട് ഫത്ഹുൽ അല്ലാം എന്ന കിതാബ് ഷർക്കാവി എന്ന് പറയുന്ന ഫിഖിന്റെ കിതാബ് വിശദീകരിച്ച ഈ കാര്യം പറയുന്ന കിതാബ് പറയാണ്, ഒമിൻ ദാലിക, ഈ സഹായിക്കുന്നതിന് ഒരു അമുസ്ലിമിനെ റമളാൻ മാസ സഹായിപ്പെട്ടതാണ് ഇഅ്താഉഹു, ആ അമുസ്ലിമിന് നൽകല്. എന്തിനെ? അൽ കഹ്വത, കാപ്പിയെ നൽകല്. ഒരു കാപ്പി നൽകുക. ഉച്ചക്ക് നമ്മളെ വീട്ടിലേക്ക് ജോലി എടുക്കാൻ വന്നതാ. ഒരു ദിവസം വെള്ളം കാത്തിനാന്ന് നമ്മൾ വെള്ളം മുക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം കത്തിങ്ങനെ ഉച്ചക്ക് ചോറൊന്നും തരണ്ട, ഒരു ദിവസം കട്ടൻ ചായ ഉണ്ടാക്കിനാ മതി, പൊറാട്ട ഞാൻ കൊണ്ടുവന്നാല്. ഇപ്പൊ സാധാരണക്കാരുടെ ശൈലി പറഞ്ഞ എല്ലാ പുസ്തകോ ചില ഞങ്ങൾ ഉച്ചക്ക് ഞങ്ങൾ പോകുന്നത് 5 ദിവസം കട്ടൻ ചായ ഉണ്ടാക്കി തന്നാ മതിനാല്. അതാണ് ഫത്ഹുൽ അല്ലാം എന്ന ഫിഖിന്റെ കിതാബ് പറഞ്ഞത്. എന്ത്? ഒമിൻ ദാലിക, ആ സഹായിക്കുന്നതിൽ പെട്ടതാണ്
ആ മുസ്ലിമിന് കൊടുക്കല് അൽ കഹ്വത്ത കാപ്പി കൊടുക്കാൻ പാടില്ല എന്നാണ് മസല. അപ്പൊ അതുകൊണ്ട് ഞാനൊരൊറ്റ മസല ആർക്കെങ്കിലും ഉപകരിച്ചെങ്കിലോ എന്ന നിലക്ക് നമ്മൾ കെഫ്റ്റീരിയ വാടകക്ക് തൽക്കാലം ഹോട്ടൽ നടത്താൻ വേണ്ടി വാടക കൊടുക്കുക ആ മുസ്ലിമീങ്ങൾക്ക് പാടില്ല. നമുക്ക് പാടില്ലാത്തത് അവർക്കും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് അതിന്റെ മസല. ചിലപ്പോ നമ്മൾ മുമ്പൊക്കെ ഉണ്ടായിന്, ഇപ്പൊ അങ്ങനെ എന്തോന്ന് അറിയില്ല. ബസ്സിന്റെ ഒത്ത് കിണറ്റിൽ ചാടിയിട്ട് എന്താണ് കോഴി ചത്താല് അടുത്ത അയൽവാസി എന്താണ് മാഷാ അല്ലാഹ് മലായില്ലേ അബുസുനോ മൈക്ക് എത്ര മലായി ഉപകരിച്ചു ഉസ്താദെ എനിക്കാണ്. ഒരാൾക്കെങ്കിലും ഉപകരിച്ചാല് എനിക്ക് ഉറപ്പാലോ, എനിക്ക് ഭയങ്കര ഉറപ്പാ. KMIC പറഞ്ഞൊരു മസാല ഒരു ഉപകരിക്കാതെ ഒരാൾക്ക് പോയിട്ടില്ല. അത് അള്ളാഹു തക്കിയ സദഖത്തോട് ചെയ്തൊരു ഒരു വലിയൊരു മനസ്സിലാക്ക അല്ലെ. ഒരാൾക്കൊരു മസ്അല ജീവിതത്തിൽ ഉപകരിക്കാന്നുള്ളത് അത് വല്ലാത്തൊരു ഭാഗ്യ. ആ ഒരു വ്യക്തിയുടെ പേരൊന്നും എനിക്കറിയില്ല, എവിടെ ഉള്ളതാണെന്നും അറിയില്ല. മൂപ്പര് പബ്ലിക്കിൽ അയച്ചതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറയുന്നുണ്ടാ പോയി എന്റെ ഞാൻ പറഞ്ഞതിന് ഓർമ്മത്തില്ല. നമ്മൾ ഈ അമുസ്ലിമീങ്ങളെ കൂലിക്കൂലിക്കുക, പണിക്കൂലിക്കുക, അപ്പൊ ആ വാടക കൊടുക്കുക പാടില്ല. ഞമ്മക്ക് കള്ളും കച്ചവടം പറ്റുമോ? ഞമ്മക്ക് കള്ളും കച്ചവടം പറ്റൂലല്ലോ, ഹറാമല്ലേ. കള്ളും കച്ചവടം നടത്താൻ വേണ്ടി നമ്മളെ പീടിക വാടക കൊടുക്കാവും പറ്റൂല. കള്ളും കച്ചവടം ഞമ്മക്ക് നടത്താൻ പറ്റൂല എങ്കിൽ കള്ളും കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് വീട് വാടക കൊടുക്കാനും പാടില്ല. പലിശ സ്ഥാപനം നമുക്ക് നടത്താൻ പറ്റൂല, പലിശക്ക് വേണ്ടി നമ്മുടെ സ്ഥാപനം വാടക കൊടുക്കാനും പാടില്ല. ഹോട്ടല് റമളാൻ മാസം പകലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടൽ നടത്താൻ പറ്റൂല. ഇനു നിർത്തിന്ന് മൂപ്പരേതാ നിങ്ങൾ ക്ലാസ് റൂമിൽ ഇനു നിർത്തി. അപ്പൊ മൂപ്പര അങ്ങനെ ചെയ്യലെന്തിനാ മനസ്സിലായല്ലേ? വണ്ടി മാഷാ വണ്ടി കയറി അതൊന്ന് പറയണം. ഇപ്പൊ ഏതപ്പോ നമ്മളെ ഇനു നിർത്തി എന്ന് നമ്മുടെ ബൂഫിയ എന്നല്ല പറയാ അല്ലേ, സവാമ അബുസുന ബൂഫിയ എന്നല്ല പറയാ. ഈ ചായ കച്ചവടത്തിനൊക്കെ ഗൾഫില് ബൂഫിയാനൊക്കെ പറയല്ലേ. അങ്ങനെയൊക്കെ നടത്തുന്ന ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ ഈ സമയത്തുണ്ട്. എനിക്കറിയാം, എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാം. വിശുദ്ധമായ ശഅബാൻ മാസത്തിലെ പകുതി ഭാഗം കഴിഞ്ഞു. ഇനി നമ്മളിൽ നിന്ന് ഈ ബൂഫിയ നടത്തുന്ന അതല്ലെങ്കിൽ ഹോട്ടൽ കച്ചവടത്തിൽ നടത്തുന്ന പലവരും ഇനി അവനവന്റെ ബൂഫിയ അടച്ചിടാനും ഈ അടച്ചിടുന്നതിനു പകരം ആർക്കെങ്കിലും തൽക്കാലം അത് വാടകയ്ക്ക് നടത്താൻ കൊടുക്കാം. ഏതെങ്കിലൊക്കെയും അമുസ്ലിമീങ്ങളായ സുഹൃത്തുക്കൾക്ക്, അത് ഗൾഫിലുമുണ്ട്, നമ്മുടെ കേരളത്തിലൊക്കെയും അങ്ങനെ ഒരു പ്രവണത. അതുകൊണ്ട് രാവിലെ മൗലിദിന്റെ ശേഷമൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ മസ്അല പറഞ്ഞാല് അൽഹംദുലില്ലാ അതൊന്നും ചിലപ്പം ഇത്തരം ഇടപാടുകൾ നടത്തുന്നവര് കേൾക്കുകയില്ല. അല്ല, കഫ്റ്റീരിയ ബൂഫിയ എന്നൊക്കെയും പറയും. ഇൻഷാ അല്ലാഹ് നല്ലൊരു മുഖാമുഖമായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. അപ്പൊ ക്ലാസ് റൂമിൽ വന്നപ്പോ അബുസുനൊക്കെ കുറെ നേരമായി വക്കോത് വെച്ചിരിക്കുന്നു. പലവർക്കും അതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ ലൈവായി പോകുന്നതായിരിക്കും ഇഷ്ടം. ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തില് നമുക്ക് പഠിക്കലും അറിയലും നിർബന്ധമായത് സാന്ദർഭികമായി പഠിക്കുന്നത് നല്ലതാണ്. നമ്മുടെ അലവി സക്കാത്ത് ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകുമാറാവട്ടെ. അലവി ഉസ്താദ് പറഞ്ഞ മാതിരി ഒരു കഥയില്ലാത്തൊരു വിഭാഗമാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം. ഞാനപ്പോ അത് നമ്മുടെ ക്ലാസ് റൂമിൽ പോകുന്ന രണ്ടാൾക്കാര് ഈ കൈകെട്ടുന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അതിലേക്ക് പോയി കടക്കാൻ പറ്റാവുന്ന ഒരു സമയമല്ല. ഞാനിങ്ങനെ ഒരു ക്ലാസ് അൽഹംദുലില്ലാ നമ്മുടെ KMICയുടെ ശ്രോതാക്കളുള്ള ഓരോ ഗ്രാമങ്ങളിലും റമളാനിന്റെ മുന്നൊരുക്കം എന്ന ക്ലാസുകൾ ഇങ്ങനെ നടക്കുകയാണ്. അതൊക്കെയും ചെറിയ പ്രതിഫലം നമ്മുടെ KMICയുടെ മുഴുവൻ പ്രവർത്തകർക്കും ലഭിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നാട്ടിൽ ഒരു KMICയുടെ ശ്രോതാവുണ്ടായി. അദ്ദേഹത്തിനൊരാഗ്രഹം KMICയിൽ പറയുന്ന മൊത്തലക്കിന്റെ നാട്ടുകാരും കേൾക്കണം,
അപ്പോഴല്ലേ എന്റെ നാട്ടുകാരുടെ ഇബാദത്തുകളൊക്കെയും സഹിയാവുള്ളൂ. എന്ന് വല്ലപ്പുഴ ജാറം എന്ന് പറയുന്ന ഒരു സ്ഥലം ആ ഭാഗത്തായിരുന്നു. ഒരുപാട് സാധുവായ ഞാന് ആദ്യമായിട്ടാണ് ആ ഒരു ഏരിയയിലേക്ക് ക്ലാസ്സിന് പോകുന്നത്. അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അത് ഉപകരിക്കുന്നു. ഞാൻ പറയുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുറെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു തലില്ല നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം. നമുക്ക് ഈ നെഞ്ചത്ത് കാരണം ഈ നെഞ്ചത്ത് കയറ്റുന്ന വിഷയങ്ങളൊക്കെയും ഇപ്പൊ നമ്മളിപ്പോ ഗൾഫിലൊക്കെയും ഒരുപാട് അറബി സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ നിസ്കരിക്കുന്നവരാ. ഞാൻ കൂട്ടത്തിലൊരു കാര്യം സാന്ദർഭികമായി പറയാന്ന്. സാധുവായ ഞാൻ 2 പ്രാവശ്യം ഉംറക്ക് പോയിട്ടുണ്ട്. ഉംറക്ക് പോയ അന്നും ഞങ്ങൾ അറിയിക്കല്ല, ഞാനൊരു സത്യം നിങ്ങൾ അറിയിക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചാല് ഞാൻ മക്കയിലും മദീനയിലൊക്കെ നിസ്കരിക്കുമ്പോ കുറേ മുഅ്മിനീങ്ങളെ നോക്കി ഞാൻ ഒരുപാട്. കാരണം എത്രയോ ഇപ്പൊ നോമ്പൊക്കെ ആകുമ്പോ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ നിസ്കരിക്കുന്നുണ്ടാവും അല്ലെ, ഓരോ ജമാഅത്തിന്റെ നേരത്തും. ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ നിസ്കരിക്കുമ്പോ നമ്മൾ നിസ്കാരം അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്ന് വാച്ച് ചെയ്യുക, അല്ല ഒന്നിങ്ങനെ ശ്രദ്ധിച്ചു നോക്കൊണ്ടു. തുച്ഛം എന്ന് പറയാം, വിരലിൽ എണ്ണാകുന്ന ചില വ്യക്തികളാണ് ഈ നെഞ്ചിന്റെ മുകളിൽ കൈ കെട്ടിയതായി കാണുന്നത്. ബാക്കി 99.25% പഴയ കാലത്ത് പാതിരാ സമയത്ത് വയല് പറയുമ്പോൾ ലേലം വിളി ഉണ്ടായിരുന്നു. 10 ഉറുപ്പിമ്പാടെ കൂടാൻ വേണ്ടിയിട്ട് ലേലം വിളിക്കുന്ന മൊയ്ലിയന്മാർക്കുണ്ട്. ലാസ്റ്റ് ഒരു 10 ശിവാജി 3 വട്ടം 99.25% കൊത്തെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും ഭൂരിപക്ഷം ആളുകളിൽ നിന്നല്ല, അത്രത്തോളം വിരലിൽ എണ്ണാവുന്ന ചിലവർ മാത്രമാണ്. അതുതന്നെ ചില സാധാരണക്കാർ എന്ന് പറയാവുന്ന ചിലവരാണ് ഈ നെഞ്ചിന്റെ മുകളിൽ കൈ കെട്ടുന്നത്. അപ്പൊ നോക്കൂ, ഈ നബിദിനാഘോഷത്തിന്റെ വിഷയം പോലെ, മറ്റു കുനൂത്തിന്റെ വിഷയം പോലെ, തെൽക്കീനിന്റെ വിഷയം പോലെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഞാൻ റെക്കോർഡിന്റെ ഇടയിൽ മൈക്കെടുത്തത് കൊണ്ട് ഈ മുജാഹിദ് ആശയത്തെക്കുറിച്ച് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. അത് വെറുതെ അതൊരു വിവാദം മാത്രം, ഇങ്ങനെ സുന്നി മുജാഹിദും വിവാദങ്ങളായി നടക്കാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ചില സാധാരണക്കാരുണ്ട്. അവര് നെഞ്ചിന്റെ താഴെ കൈ കെട്ടുന്നവരായിരിക്കും, പക്ഷെ അവര് എന്തിനാ ഈ വിവാദം കൊണ്ടൊക്കെ നടക്കുന്നത്, വേറെ എന്തൊക്കെ പറയാണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്ത് ഒരു മുസ്ലിം പണ്ഡിതെന്ന് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസില് നെഞ്ചിന്റെ മുകളിലാണ് കൈ കെട്ടിയിരുന്നത് എന്നൊരു ഹദീസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാമിന് അങ്ങനെ അഭിപ്രായം മതി. എത്ര മുഹദ്ദിസീങ്ങളുണ്ട്, എത്ര ഫുഖഹാക്കളുണ്ട്, എത്ര മുഫസ്സിരീങ്ങളുണ്ട് ഈ കാലഘട്ടമായപ്പോഴേക്ക് കഴിഞ്ഞു പോയത്. ആകെ നെഞ്ചിന്റെ മുകളിൽ കൈ കെട്ടണം എന്നൊരു അഭിപ്രായമുള്ളത് ആർക്കും മാത്രമെന്നറിയോ? പ്രസ്ഥാനത്തിന്റെ നേതാവായ ഷൗക്കാനി എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണ്. ആകെ ലോകത്ത് മുസ്ലിമീങ്ങളുടെ മദ്ഹബ് അങ്ങനെയാണ്. ബദലുൽ മജ്ഹൂദ് പോലത്തെ കിതാബുകളൊക്കെ നോക്കിയാൽ കാണാം ഈ വിഷയം പറഞ്ഞിടത്ത്. ഞാൻ പറയുന്നത് ഒരു തലില്ലാതെ അവനാർക്ക് തോന്നിയത് വിളിച്ചാല് അതാ നമ്മൾ ചിന്തിക്കണ്ട്. ഈ കുനൂത്തായാലും കയ്യകത്തലായാലും തറാവീഹായാലും നബിദിനാഘോഷമായാലും ഏത് വിഷയമാണെങ്കിലും എന്താണ് തോന്നിയത് വിളിച്ചു പറയാ. ഒരു 1-2 ഹദീസിന്റെ തുണ്ട് കാണും. ഈ ഹദീസിന് എതിരെ വേറെ ഹദീസുകളുണ്ടോ, ഈ ഹദീസ് സ്വീകരിക്കുമ്പോ വേറെ ഹദീസുകൾ തള്ളേണ്ടി വരുമോ, ഇതിനേക്കാൾ സഹീഹായ ഹദീസ് തള്ളേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഹദീസ് ഞാൻ പറയുന്നു പക്ഷെ ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഇങ്ങനൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ഒന്നും നോട്ടല്ല. അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ആകെ 3 മദ്ഹബാണുള്ളത്. ഒന്ന് നെഞ്ചിന്റെ താഴെയും പുക്കലിന്റെ മുകളിലുമായി കൈവെക്കുക, മറ്റൊന്ന് പുക്കലിന്റെ താഴ്ഭാഗത്തായിട്ട് കൈവെക്കുക, മറ്റൊന്ന് 2 കൈയും തൂക്കിയിടുക. ഇങ്ങനെ 3 മദ്ഹബ്, 3 അഭിപ്രായമുള്ളൂ.
നെഞ്ചിന്റെ മുകളിൽ കൈവെക്കുക എന്നൊരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ ഷൗക്കാനി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് മാത്രമുള്ളത്. അപ്പൊ ഞാൻ എന്റെ സാധാരണക്കാരോട് ഞാനൊരു മുഖാമുഖത്തിന്റെ ഇടയിൽ മൈക്കെടുത്തപ്പോ അതിലേക്ക് സൂചന നൽകി. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കല്ല. ഇന്ന് ഞാൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു അവസ്ഥ. ലോക മുസ്ലിം പണ്ഡിതന്മാര് ഒരാളും പറയാത്ത അഭിപ്രായം ഈ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു വസുവാസാക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോടും, ഏതെങ്കിലും നിലക്ക് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളോ അതല്ലെങ്കിൽ നെഞ്ചിന്റെ മുകളിൽ നിസ്കരിക്കുമ്പോ കൈ വെക്കുന്നവരോ ഉണ്ടെങ്കിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷെ ലോക പണ്ഡിതന്മാർക്ക് ഒരാൾക്കൊരു അഭിപ്രായമില്ലാത്ത വിഷയം എന്തിനാണ് ഇത്തരക്കാരി ഏറ്റി അവനവന്റേതായ നിസ്കാരം ബാത്തിലാകോ ആകൂല എന്നല്ല വിഷയം. ലോക മുസ്ലിമീങ്ങൾക്കെതിരായി ഒരു അഭിപ്രായം സ്വീകരിച്ചൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ എത്ര ഗൗരവമാണ് ആ വിഷയങ്ങളൊക്കെയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട്, ചിലപ്പോൾ നമ്മൾ ഈ മുഖാമുഖത്തിന്റെ ഒക്കെ റെക്കോർഡ് വെക്കുമ്പോ നമ്മൾ ചിലപ്പം അതിലേക്ക് ശ്രദ്ധിക്കൂല. മുഖാമുഖല്ലേ, അതിപ്പോ അങ്ങനെ വേറെ KMIC ആരും മൈക്കെടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അത് വെച്ചതേ കാലം എന്ന് നിങ്ങൾ ആരും ചിന്തിക്കാതെ ഓരോ മുഖാമുഖത്തിന്റെയും കേസറ്റുകളും നമ്മുടെ ആദർശം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. നമ്മുടെ അഖീദ ശരിയാക്കൽ അത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തി ഈ സമയത്തുള്ള ഒരു റമളാനിന്റെ ഭാഗമായി പറഞ്ഞതുപോലെ ബൂഫിയയും കഫ്റ്റീരിയൊക്കെ നടത്തുന്ന പല ആളുകളും റമളാൻ മാസമാകുമ്പോ തൽക്കാലം അവരു നടത്താതെ ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ടീമുണ്ട്. നമ്മൾ എത്രയോ ഏതായിരുന്നാലും സമയം ഏകദേശം 2 മണിയായി. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഇത് കാര്യപ്പം ഞാൻ ഉണർത്തിയത് ഒന്ന്, ആദ്യം ഞാൻ പറഞ്ഞ ഒരു തലയും വാലില്ലാത്തൊരു പ്രസ്ഥാനമാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം. തോന്നിയത് വിളിച്ചു പറയാം. ലോകത്ത് ഒരു ഇമാമിന്റെ പിൻബലവുമില്ലാത്ത അഭിപ്രായങ്ങൾ, അത് ആ കൈ കെട്ടുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം പഠിച്ച് ഇന്നൊക്കെ നോക്കി പഠിക്കാനാണ്. ഇപ്പൊ ഞാനും വിചാരിച്ച നാട്ടിലൊരു മുജാഹിദില്ല. ഞാൻ സത്യം പറഞ്ഞത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മക്കൾ, ഇപ്പൊ ഞാനൊരു കയ്യെത്തുന്നൊരു വിഷയം ഒന്നും കൂടി പറയട്ടെ. കയ്യുള്ളൂ മക്കളും തന്നെ കയ്യെത്തുള്ളൂ. മക്കളാവുന്ന കാലം മുറ്റുക. നമ്മുടെ മക്കളൊരു MBBS പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയത് ബാംഗ്ലൂരിലേക്കാളും, അല്ലെങ്കിൽ MBA പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ CA, അങ്ങനെ പല വിദ്യാഭ്യാസമില്ലേ. ഇത് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരോ കോയമ്പത്തൂരോ എവിടെങ്കിലും കൊണ്ടാക്കി. ആ കൊണ്ടാക്കിയ ഹോസ്റ്റലിൽ ഏതെങ്കിലും 4 വഹാബികളുണ്ടാവും. ആ 4 വഹാബികൾ നമ്മുടെ മോനെ തിരിപ്പിക്കുക. നിസ്കരിക്കുമ്പോ മോനെ സുഹൃത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നെഞ്ചിന്റെ മുകളിലാണ് കയ്യെത്തി. നമ്മുടെ മകനൊരു ആശയമില്ല. നമ്മുടെ മകന് നിന്റെ പിമ്മി ഇങ്ങനെയാണ് കയ്യെത്തിന്. അങ്ങനെ അവനെ തിരിപ്പിച്ച് മാസം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ അവനും പറയാൻ തുടങ്ങും, ഉമ്മ ഇങ്ങനല്ല കയ്യെത്തേണ്ടത്, ഉപ്പ ഇങ്ങനല്ല കൈ കെട്ടേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാനത് ഏത് സാധാരണക്കാർക്കും തിരി, എത്ര വലിയ ഹദീസ് പ്രശ്നമാണെങ്കിലും ഏത് സാധാരണക്കാർക്കും തിരിയുന്ന ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും. അത്തരം വിഷയങ്ങളൊക്കെ ഏത് ആദർശമാണെങ്കിലും എനിക്ക് പഠിച്ചാൽ നമ്മുടെ മക്കൾ അങ്ങനെ ഒരു ഡിഗ്രി പഠിക്കാൻ വേണ്ടി 4 മാസം കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരാഴ്ച ലീവിന് വരുമ്പോ ആ മകൻ പറയുന്ന കൈ കെട്ടേണ്ട ഇബദേന്ന്. അതിന് നമ്മക്ക് എന്തുവാണ്, മോനെ അൻകാലത് പറഞ്ഞെന്ന്. ഓൻ ചിലപ്പം പോലും അലാസ്വദരികി നെഞ്ചിന്റെ മുകളിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ കെട്ടിയിട്ടുള്ളത്. നമ്മക്ക് നമ്മളെ മക്കളെ വിളിച്ചു വെക്കിച്ചു, മോനെ ഇന്ന രൂപത്തിലാണ് ഇതിന്റെ വിഷയം, ഇതിങ്ങനെ അലാസ്വദരികി ഇങ്ങനെ ഓതുന്നുണ്ട്, ഇന്നങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, ഈ ഹദീസും തമ്മിൽ എതിരല്ല എന്ന് മട്ടം പോലെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു കഴിവ് രക്ഷിതാക്കന്മാരായ നമുക്ക് വേണം. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ നാട്ടിലൊരു വഹാബി വന്ന് പ്രസംഗിച്ചാൽ നമ്മളെന്താ പറയാ, അപ്പുസിന് പോയാ അത് നമുക്ക് അലവി സക്കാഫിനെ കൊണ്ടുവരാനാണ്. നമ്മളെ നാട്ടിലെ ആകെയുള്ള സുന്നീസപ്പ് അങ്ങനെ
പോരാ, ഞാൻ പറയുന്നത് പോരാ. എന്നപ്പോ നാട്ടില് മുജാഹിദ് വന്ന് പ്രസംഗിച്ച് അതിനൊരു മറുപടി അതിനൊരു മറുപടി നമുക്ക് അലവി സക്കാഫിനെ കൊണ്ടുവരാൻ. ഞാൻ ഓല കഞ്ഞിയിൽ പോയി പാലിട്ടല്ല. അപ്പൊ അലവി സക്കാഫി എന്നാലും പറഞ്ഞു അന്നെ ഞാൻ കാണിച്ചാൽ ഇപ്പൊ എന്തേമായി എന്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓല കഞ്ഞിയിൽ പോയി വാലിട്ടല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മളെ മക്കൾക്ക് നമ്മളെ ആശയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാണ്ടല്ല. പക്ഷെ ഇപ്പൊ മുമ്പത്തെ മാതിരിയല്ല. പല പ്രശ്നങ്ങൾ ഇപ്പൊ രാത്രിയൊക്കെയും ക്ലാസും സമയവും നെറ്റും എല്ലാം പാടെ ആഴ്ച ഒരു ചെറിയ തിരിച്ചലിലപ്പന്നത്. ഏതാൾക്കാർക്ക് ഇങ്ങനെ നോക്കി ലദ്ദിക്ക് ഒരു 10-15 മിനിറ്റ് റബ്ബെ ഈ ഒരു തർക്ക വിഷയമാണ്. നെഞ്ച് കയ്യവരക്കെത്തണം. ഇത് സുന്നി മുജാഹിദിന്റെ ഒരു തർക്ക വിഷയമാണ്. ഞാൻ അതിന്റെ ഒരു ശരിയായ വശം എന്റെ ഒരു ബുദ്ധി കൊണ്ട് ഞാനൊന്ന് ചിന്തിക്കാം. ബുദ്ധി കൊണ്ട് പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് വന്ന ഹദീസുകൾ ഇത് സംബന്ധിച്ച് ഇമാമിയങ്ങൾ പറഞ്ഞത് ഞാനൊന്ന് വിലയിരുത്തട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. വൃദ്ധിക്ക് ചോറ് തിന്നുന്നോന്ന് തിരി സുന്നി ഇന്ന് നമ്മൾ സുന്നത്തമായിട്ട് പറയുന്നിടത്താണ് റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ പിൻബലമുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളൊരു മുഖാമുഖായാലും എന്തായാലും ഇതൊക്കെ നമ്മളെ മക്കള് പല ആശയക്കാരുടെ ഇടയിലാണ് പഠിക്കാൻ പോകുന്നത്. ആ ആശയക്കാര് നോക്കി ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, കേരളത്തിൽ എത്രയോ വയസ്സന്മാരൊക്കെ ഇന്നോട് പറഞ്ഞു, ഉസ്താദെ ഇന്റെ ചെക്കൻ പോകുമ്പോ കുത്തുബിയത്തും സലാത്തും ചൊല്ലിപ്പോയ ചെക്കൻ തിരിച്ചു വന്നോക്കുമ്പോ ഇതൊന്നും ഇപ്പൊ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാ വന്നിട്ടുള്ളത് അല്ലേ? ഇല്ലേ? ഇഷ്ടം പോലെ നമ്മളെ കേരളത്തിലെ വയസ്സന്മാരുടെ ഒരു വിഷമഘട്ടാണത്. സാർ എന്റെ മകൻ പോകുമ്പോ പള്ളിക്കല മൊയ്ലിയരെ വിളിച്ചിട്ട് കുത്തുബിയത്തും നാലിയത്തും സലാത്തും ചൊല്ലിയിട്ട് പോയ ചെക്കൻ വന്നു നോക്കുമ്പോ ഓനിക്കിപ്പതൊന്നും പറ്റൂല, പെരേലിതൊന്നും ചെല്ലാൻ പറ്റൂല എന്ന് എത്ര മക്കള് ഗൾഫ് പോയി തിരിച്ചു വരുന്നവർ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് രക്ഷിതാക്കന്മാർ ആ മക്കൾ കാശ് കണ്ട് ഈ ആശയത്തിനൊപ്പിച്ച് കൈകെട്ടുന്നവരും വീട്ടിൽ നിന്ന് കുത്തുബിയത്ത് ഒഴിവാക്കുന്നവരുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അഖീദ പഠിക്കലും ഫിഖ് പഠിക്കലും അത് ഒരു മുസൽമാന് ഫറള് ഐനായ ഓരോ വ്യക്തികൾക്കും നിർബന്ധമായ വിഷയമാണ്. അല്ലാഹു തആല നമുക്ക് ശരിയായ രൂപത്തിൽ പഠിക്കാനും നമ്മുടെ മക്കള് ഏതെങ്കിലൊക്കെ ഒരു ഹോസ്റ്റലിൽ പോയി എന്തെങ്കിലൊക്കെയും പിഴച്ച ആശയവുമായി നമ്മോട് പറയുമ്പോ ഓരോരുത്തർക്കും അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഇൽമ്, ആദർശപരമായ ഇൽമ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം. നാളെ നമ്മുടെ CK അബൂ മുഫീദ് വലിയ നമ്മുടെ KMICയുടെ വലിയൊരു മുഹിബ്ബാണ്. നമ്മുടെ ഹസനിയെ ക്ലാസ്സിന് വേണ്ടി നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എത്തിച്ച ഞാൻ ആദ്യം ഹസനിയെ എനിക്ക് അറിഞ്ഞില്ല. പിന്നെ മുഫീദ് വിളിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വലിയ കോളേജിൽ ഞങ്ങൾ ഒപ്പല്ലെങ്കിലും ഞാൻ മുത്തവ്വൽ പഠിക്കുന്ന സമയത്ത് 30 ചെറിയ ക്ലാസ്സിലാണ്. പക്ഷെ ഞങ്ങളെ കൽബ് കൊണ്ട് വളരെ മഹബത്തുള്ളൊരു വ്യക്തിയാണ് ഹസൻ. നല്ല കോളേജ് വിട്ടേ മുതൽ ഒരു ദിവസമായില്ല ഒരു അപ്പൊ നമ്മളെ KMICക്ക് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ CK അബൂ മുഫീദ്. അദ്ദേഹത്തിന്റെ മോള് നാളെ മദ്രസയിൽ പൊതുപരീക്ഷയ്ക്ക് എഴുതാൻ പോവുക. സുന്നിബോധായിരിക്കും. ചേലാരിക്കാരെ പൊതുപരീക്ഷ കഴിഞ്ഞിരിക്കണ്. ചേലാരിക്കാർ കഴിഞ്ഞതുകൊണ്ട് നാളെ നടക്കുന്ന പൊതുപരീക്ഷ സുന്നിബോധിന്റെയാണ്. അപ്പൊ CK അബൂ മുഫീദിന്റെ മോള് സുന്നിബോധിലാണ് പഠിക്കണെന്ന് മനസ്സിലായി. നാളെ ആയതുകൊണ്ട് അല്ലാഹു തആല ആ മോളെ നല്ല ഇസ്ലാമിക വിജ്ഞാനം നല്ല രസം കേട്ടങ്ങൾ ഇങ്ങനെ അറിഞ്ഞപ്പോ അതൊരു രസം. അബുസിനൊക്കെ കണ്ടിട്ടാണ് വാട്സാപ്പിൽ വന്നീന് ഒരു ചോദ്യ പേപ്പർ എന്താ ഒരു വലിയന്റെ പേര് എഴുതാനാണ്. വാട്സാപ്പിൽ അത് ഫോട്ടോ കോപ്പി എത്തിങ്ങാണ്ട് എനിക്കൊക്കെ കിട്ടി. സവാമയും കണ്ടിട്ടുണ്ടാവും. ഒരു വലിയന്റെ പേര് എഴുതാൻ കുട്ടി ഉത്തരം എഴുതിയിരിക്കുന്ന നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ അല്ലാഹു സംശയമില്ലല്ലോ. ഖാനായ കാന്തപുരം മുസ്താഹിനെ കുറിച്ച് ആ കുട്ടി പറഞ്ഞത് വെറുതല്ല.
ഇസ്തിരി ചുലിയാത്ത വലിയാണെന്നാണ് കാന്തപുര ഉസ്താദിനെ പറ്റിയിട്ട് മഹാന്മാര് പറഞ്ഞത്. ഇസ്തിരി ചുലിയാത്ത വലിയ. നമ്മളിപ്പോ ഈ ഔലിയാക്കന്മാരെ ഞാൻ കുറെ തുണിമുപ്പായം ചളിയായി, തേക്കാത്ത തുണി, കാലിന്താണ് തുണി ചുരുണ്ടത്, ഇതൊക്കെയാണ്. മുമ്പെന്തായി മുമ്പ് തീരുക്കും. മുമ്പക്ക് നേരല്ല മുമ്പ് 2 ആഴ്ചക്കും കൂടുമ്പോൾ ആ കുലിക്കലും തിരുമ്പലക്കില്ല. അങ്ങനെയൊക്കെ ഒരാളാ, അങ്ങനെ ഒരു ജീവിത രീതിയാണ്. അപ്പൊ ആരോ ചോദിച്ചു എന്താ അന്റെ കോലം എങ്ങനെയാണ്? അപ്പൊ കുട്ടബൈക്ക് 30 തമാശകൾ ഞാൻ ഔലിയാവാൻ പഠിക്കാണ്. ഇതെന്താ ഈ തിരുമ്പി കുളിക്കാൻ നടക്കുന്ന ചോദിച്ചപ്പോ ഞാൻ ഔലിയാവാൻ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറെ ആൾക്കാർ മനസ്സിലാക്കിയത് ഔലിയാക്കന്മാരാണ് കുറെ ചളി മുറക്കായിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ദുനിയാവിനെ പറ്റി ശ്രദ്ധിക്കാതെ ആ പോലെ അള്ളാഹുവിൽ മാത്രം ചിന്തിക്കുന്ന കാരണത്താൽ അങ്ങനെ ഒരു വിഭാഗമുണ്ട്. മഹാനായ ആ കുട്ടി എഴുതിയ ഉത്തരം വളരെ ശരിയാ. ഒരു വലിയന്റെ പേര് എഴുതുക, കാന്തപുരം എഴുതിയത് 100% ശരിയാ. ഇസ്തിരി ചുലിയാത്ത വലിയാണ് മഹാനായ കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞ ഒരുപാട് മഹാന്മാരുണ്ട്. നമുക്ക് ഉസ്താദിനെ കാണുമ്പോ നല്ല എന്താണ് GMC അല്ലെങ്കിൽ അതുപോലത്തെ വലിയ കാറ്, ഉസ്താദിന്റെ ഷൂ, ഉസ്താദിന്റെ ചെരുപ്പ്, ഉസ്താദിന്റെ തലപ്പവ്, ഉസ്താദിന്റെ മൊബൈല്, ഉസ്താദിന്റെ കന്തൂരക്കും കാണുമ്പോ ഇങ്ങനെ സുഖി നടക്കാൻ തോന്നും. ഇസ്തിരി ചുരിയാത്തൊരു വലിയ തന്നെയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കല്ല. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ പരീക്ഷന്റെ വിഷയം പറഞ്ഞപ്പോ ഓർമ്മ വന്നതാണ്. അള്ളാഹു താല നമ്മുടെ ആ സഹോദരന്റെ മോളെ നല്ല മാർക്കോടുകൂടെ അള്ളാഹു താല വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ദുആയിൽ എന്നെയും ഉൾപ്പെടുത്ത, എല്ലാരും ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാരും KMIC-യിൽ ഒരാൾക്കും വേണ്ടി മാത്രം ദുആയില്ല, എന്നെയും ദുആയിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാ ദുആ. അള്ളാഹു താല ഈ KMIC-ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ KMIC-യുടെ സന്ദേശം ഓരോ ഗ്രാമങ്ങളിലേക്കും എത്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ ഞാനിപ്പോ പല സ്ഥലത്തേക്കും ക്ലാസ്സിന് പോകുന്നത് എങ്ങനെയാണല്ലോ, നമ്മളെ ഗൾഫിലൊക്കെ നമ്മുടെ ഒരുപാട് ആൾക്കാര് ശ്രോതാക്കള് അവര് നാട്ടിൽ വരുമ്പോ ഞങ്ങളെ നാട്ടിലും വേണം ഇങ്ങനെ ഒരു ക്ലാസ് അല്ലേ. അതൊരു KMIC-യുടെ ശബ്ദമാണല്ലോ. ഒരു KMIC-യുടെ ശബ്ദം ആ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണല്ലോ. അള്ളാഹു തആല അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ ജീവിതത്തിലും ബിസിനസ്സുകളിലൊക്കെയും ബറക്കത്ത് നൽകുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി. എല്ലാവരും പ്രത്യേകം ദ്വാരിക്കുക. നമ്മൾ റമളാനിന്റെ വക്കിലെത്തിക്കഴിഞ്ഞു. ചെറിയ ആൾക്കാർ ആക്സിഡന്റായി പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിക്കുന്നു. അള്ളാഹു ആക്സിഡന്റ് അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു തആല രക്ഷിക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും കാമിലായ ഈമാനോട് കൂടെ മരിക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഈ സമയത്തുള്ളവരോട് ഒറ്റ കാര്യം കൂടി ഉണർത്തി നമ്മുടെ ഹുസൈൻ കാമിൽ സക്കാഫിക്ക് വൈസാൻ ചെയ്ത് മുകളിൽ നിൽക്കുന്നുണ്ട്. ഒറ്റ കാര്യം, നാളെ നമ്മുടെ KMIC-യുടെ മെഗാ ഗിസ് നടക്കുകയാണ് അല്ലേ. നാളെ ഫസ്റ്റിലെ ശനിയാഴ്ച ഫസ്റ്റിലെ ഇത്. അപ്പൊ കഴിഞ്ഞ മെഗാ ഗിസിൽ നമ്മൾ ഫസ്റ്റിലൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം ചോദിച്ചതെന്ന് അറിയോ? പൂർണ്ണമായ വുളു ചെയ്ത് പൂർണ്ണമായ സുന്നത്തുകൾ പച്ച് വുളു ചെയ്തവർ ആരെ കണ്ടു എന്ന് ചോദിച്ചപ്പോ ഒറ്റ KMIC ഒന്നുണ്ടായിരുന്നില്ല അന്ന്. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ എസരിച്ച് ഞാൻ പൂർണ്ണമായി ഒന്നുണ്ടാക്കിയിരിക്കണം, ഞാൻ പൂർണ്ണമായ സുന്നത്ത് പാലിച്ചിരിക്കണൊക്കെ വേണ്ടി അപ്പൊ ഞാനൊരു 2-3-4 സുന്നത്താന്ന് ചോദിച്ചു. ഈ സുന്നത്തൊക്കെ നിങ്ങൾ ഒന്നുണ്ടാക്കുമ്പോ ചെയ്തിക്കണോന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇല്ല 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 ഇല്ല. അപ്പൊ പൊതുവിൽ ഒരു പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ച് വുളു ചെയ്യാത്തവരായിരുന്നു. അടുത്ത മെഗാഗിസ് നടക്കുമ്പോഴേക്ക് കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ ഉൾക്കൊള്ളിച്ച വുളു ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാവണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അതാണ് KMIC-യിലുണ്ട്. അള്ളാഹു നമുക്ക് അവരുടെ യസ് കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. നാളത്തെ മെഗാഗിസ് കഴിഞ്ഞാൽ ഒരു ചോദ്യം എന്താണെന്നറിയോ? എന്താ ചോദ്യം? ഉസ്താദെ ഞാനും ഇവിടെ ഉണ്ട്. അതാരാ? യൂസുഫ് പാലക്കാടോ മാഷാഅല്ലാഹ് കോർമത്തിന് കേട്ടോ. ഞാനും ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ PM അയക്കേണ്ട ഒരു പരിചയമുള്ള സുഹൃത്താണ് തോന്നുന്നു. സമയം ഒരുപാടായിട്ടുണ്ട്. നാളത്തെ ചോദ്യം എന്താണെന്നറിയോ? കിസ്സോ നമ്മുടെ ഇന്ത്യൻ സമയം 6 മണിക്കാണ്. സാധാരണ 5:30 തുടങ്ങും. പക്ഷെ മെഗാ ഗിസ് തുടങ്ങുക ഇന്ത്യൻ സമയം 6 മണിക്ക് തുടങ്ങി 50 ചോദ്യം. ഈ 50 ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നവർക്ക് ഞാനല്ല നമ്മുടെ ഫസൽ ചേലാരി അഷ്റഫ് ബത്തേരിക്കാണ്. 50 ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ, അതിനൊന്നും കൂടി അറിയാത്തവരോട് പറയാം,
എന്ത്, അതായത് 2 ടീമായിട്ട്, റെഡ് ഗ്രീന് 2 ടീമായിട്ടാണ് അത് മത്സരിക്കുക. പക്ഷെ ഈ മെഗാ ക്വിസിൽ ഏറ്റവും കൂടുതൽ ഉത്തരം മതിക്കുന്നവരുടെ ഐഡിയ കളറാക്കി കൊടുക്കും. ഐഡിയ അത് നമ്മുടെ ഹാഷിം കൊയിലാത്താണ്. അത് നമ്മുടെ KMIC രാവിലെ ഒന്ന് സജീവമാവാന് ഞാനൊരു അഭിപ്രായം പറഞ്ഞപ്പോ ആ ഒരു വിഷയം ഞാൻ ഐഡിയ കളറാക്കി കൊടുത്തോളാം എന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മുടെ ഹാഷിം കൊയിലാത്താണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ജോലികളിലൊക്കെയും ബറക്കത്ത് നൽകുമാറാവട്ടെ. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം. ജോലി ഞാൻ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് പറയാണ്. നല്ലൊരു വ്യക്തിത്വമാണ്. 22 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ്. അധികമൊന്നും പ്രായമൊന്നുമില്ല, 22 23 വയസ്സായിട്ടുള്ളൂ. സാധുവായ എന്റെ എന്റെ ഈ ജോലി നിലനിൽക്കുന്ന കാലത്തോളം നെറ്റിന്റെ റീചാർജ് എന്റെ വകയെന്ന് പറഞ്ഞ് ഞാൻ ഒന്നും മനസ്സിലില്ല ചെയ്യാൻ. അതൊക്കെ നല്ലൊരു ക്ലാസ് റൂം ഒന്ന് സജീവമായി കിട്ടാൻ വേണ്ടി അദ്ദേഹം ചെയ്തൊരു പണിയാണ്. അപ്പം കൂടുതൽ എന്ത് ചെയ്യും, അവരുടെ ഐഡിയ കളറാക്കി ഒരു മാസത്തിന് അവരുടെ പച്ച ആണുങ്ങളെപ്പോലെ KMIC ഇങ്ങനെ ഇരിക്കാം. ആണുങ്ങളെപ്പോലെ KMIC ഇങ്ങനെ ഇരിക്കാം പച്ച കളറാക്കിട്ട്. അതാണ്, അല്ലാതെ വെറുതല്ല. അപ്പൊ എല്ലാരും അപ്പൊ നാളത്തെ എന്റെ ചോദ്യം തരും. ഇന്റെ ഒരു ചോദ്യം ലാസ്റ്റ് ഉണ്ടാവും. റേഞ്ചൊക്കെ കിട്ടിയാൽ കഴിഞ്ഞ മെഗാഗിസിന് ഞാൻ ചോദിച്ചത് പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ചു ഒളു ചെയ്തവർ ആരാണ്. അത് നമുക്ക് അടുത്ത മെഗാഗിസാവുമ്പോഴേക്ക് ആ ഉത്തരം അടിക്കുന്നവരെ ഉണ്ടാക്കണം. അൽഹംദുലില്ലാ അദ്ദേഹം ക്ലാസ് റൂമിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ കൂട്ടായി അബൂബക്കറാജി ഇതേമാതിരി ഹാഷിം കൊയിലാത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞു കൊടുത്ത സുന്നത്തുകളൊക്കെയും ഉൾക്കൊണ്ടായി. നാളെ പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ച് ഒരു കുലി ചെയ്തവരാണ്. സവാമയ്ക്ക് എത്ര കുലി കുളിച്ചിട്ടുണ്ട് അല്ലെ? സവാമയ്ക്ക് ദുന്യാവിൽ എത്ര കുലി കുളിച്ചിട്ടുണ്ട്? ഒരു കുലി, ഒരൊറ്റ കുലി. പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ചിട്ട് ഒരു കുലി സവാമനെ കൊണ്ട് കുലിപ്പിക്കണം. നമ്മുടെ KMIC കുറെ ആൾക്കാരുണ്ട്. ചോദ്യം അത് കഴിയും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ച് താഴത്തുണ്ടാകാം, അത്രേ ആവശ്യമുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സുബഹിയുടെ 2 റക്അത്തെങ്കിലും എന്റെ ജീവിതത്തിൽ മഹാന്മാരാവുന്ന ഫുഖഹാക്കൾ പറഞ്ഞ അബ്ആല് സുന്നത്ത് നമ്മളൊക്കെയും ചെയ്യുമൊക്കെ ഹൈആത്ത് സുന്നത്തുകളൊക്കെയും പാലിച്ച റക്അത്ത് സുബഹി ഞാൻ എന്റെ ജീവിതത്തിൽ നിസ്കരിക്കും. അതൊക്കെ ഇൻഷാ അല്ലാഹ് റമളാന്റെ മുന്നോടിയായി നമ്മുടെ KMIC നടപ്പിൽ വരുത്തുകയാണ്. അതിന് പറ്റാവുന്ന കുറച്ചാളുകളെ പറയുന്നവരടക്കം പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ചു ഒളു ചെയ്യുന്നവർ, പൂർണ്ണത്തുകൾ പാലിച്ചു കുലിക്കുന്നവർ, പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ചു 2 റക്അത്തെങ്കിലും നിസ്കരിക്കുന്നവർ. അള്ളാഹു അങ്ങനത്തെ കുറച്ച് ആബിദീങ്ങളെ, കുറച്ച് ഇബാദത്തുകാരെ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവർക്കും സാധിക്കും ഞാൻ പറഞ്ഞില്ല. അന്നിപ്പോ എല്ലാവർക്കും കുറച്ചാളുകൾ എന്തായാലും ഈ KMICക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവര്, സമയം ചെലവഴിക്കുന്നവര്, ഖൽബ് കൊണ്ട് സ്നേഹിക്കുന്നവരൊക്കെ ഒരു ഉപകാരമാവുമല്ലോ. അള്ളാഹു തആല ഉപകരിക്കുമാറാവട്ടെ. അള്ളാഹു അങ്ങനെ ഒരു അക്കൗണ്ട് നിക്കും കിട്ടും അല്ലെ? നിക്കും കിട്ടും. നമ്മളിപ്പോ അത് ചെയ്യുന്നില്ലെങ്കിലും നമ്മളെവിടെങ്കിലും മത്സ്യത്ത് നൂറാനിയ ജുമാഅത്ത് വല്ലിയുടെ ഒരു ചാലത്ത് ഇങ്ങനെ കിടക്കുമ്പോ ഒരു 10 ആള് സുന്നത്തുകൾ പരിഗണിച്ച് ഒളുണ്ടാക്കുമ്പോ, ഒരു 10 ആള് സുന്നത്തുകൾ പരിഗണിച്ച് കുളിക്കുമ്പോ, സുന്നത്തുകൾ പരിഗണിച്ച് 2 റക്അത്ത് നിസ്കരിക്കുമ്പോ ആരാണോ അവരെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ചത്, ആ പ്രോത്സാഹിപ്പിച്ചവർക്കും ഒരു പ്രതിഫലം എന്നാണല്ലോ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനങ്ങനെ കൂടി കൈകൊണ്ട് ചിലപ്പോ ഇന്നലെ കോലമ നമ്മൾ തൂങ്ങേണ്ടി വരും. എന്നാൽ സാധാരണക്കാരുടെ കോലമ ഞങ്ങൾ തൂങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ എത്തിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നമ്മുടെ ഹുസൈൻ സഖാഫി സൈൻ തങ്ങൾ എല്ലാവരും ക്ലാസ് റൂമിലുണ്ട്. ഇനി ഓർക്കൊക്കെ എന്തെങ്കിലും പറയാണ്ടാവും. 15 മിനിറ്റും വരെ ഹദ്ദാദിനുള്ളൂ. ചോദ്യം ചോദിക്കാനുള്ളതാണെങ്കിൽ തൽക്കാലം ഇപ്പം ഞാൻ മൈക്കേക്ക് വരൂല. ആദ്യം ഒന്ന് അറിയിച്ചാൽ മതിയായിരുന്നു ചോദ്യം എന്താണ്. ഏതായാലും ദുആ വസിയ്യത്തോടുകൂടെ നാളെ രാവിലെ മരിച്ചില്ലെങ്കിൽ എന്ന ഇതോടുകൂടെ ഹുസൈൻ സഖാഫി ഉസ്താദ് മൈക്കിന് വേണ്ടിയിട്ടായിരിക്കും
എല്ലാവർക്കും ദുആ വസിയത്തോടുകൂടി അല്ലാഹു തആല നമ്മൾ പറയുന്നത് തമാശയാണെങ്കിലും അല്ലേ, നമ്മൾ തമാശയാണെങ്കിലും പലരും ഒരു സുന്നത്ത് ഒരാളെ ജീവിതത്തിൽ പകർത്താൻ ഈ KM കാരണമായാൽ ഒരു വല്ലാത്തൊരു ബർക്കത്താണ്. നിങ്ങൾ ഈ സമയത്തുള്ള ശ്രോതാക്കളൊക്കെയും ഒഴിവുള്ളവര് രാവിലെ മൗലിദിന്റെ മുന്നേ നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിയാൽ സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന പലതും ജീവിതത്തിൽ പകർത്തും എന്ന് മാത്രം ഉണർത്തി അള്ളാഹു നമുക്കൊക്കെയും ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമളാനിന്റെ വക്കിലെത്തി അള്ളാഹു നമ്മെ ആരും മരിപ്പിക്കാതിരിക്കട്ടെ. ഈ റമളാനിൽ ഒരുപാട് നല്ല കാര്യം സ്വർഗ പദവി അധികരിപ്പിക്കാൻ ഭാഗ്യം തിരിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പൊരുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് വെക്കാൻ ചെയ്യുന്നത്. അതേപോലെ മൈക്കൈ ക്ഷണിക്കുന്നു. അസ്സലാമു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه